നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വളരെ രസകരമായ ഒരു സബ്ജക്റ്റാണ്. കാരണം അന്ധവിശ്വാസം നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്. ക്ഷേത്രത്തിൽ പോയാൽ അന്ധവിശ്വാസം, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിൻ്റെ പിന്നാലെ ഫോളോ ചെയ്താൽ അത് അന്ധവിശ്വാസം. അപ്പോൾ ഈ അന്ധവിശ്വാസം എന്ന വാക്കും അതുപോലെ അന്ധവിശ്വാസവും ഇന്ത്യയിലേക്ക് വന്നത് എപ്പോഴാണ്, എങ്ങനെയാണ് നിങ്ങൾ അറിയുക? നമ്മുടെ ഭാരതീയ ജ്യോതിഷ പ്രകാരവും പൂജാരീതി പ്രകാരവും സാത്വിക പൂജ, ബ്രാഹ്മണർ ചെയ്യുന്ന പൂജയ്ക്ക് തുല്യമായിട്ടാണ് ഒരു താമസ പൂജ. അതായത് കൗളാചാര വിധി പ്രകാരമുള്ള ഒരു പൂജ ബ്രാഹ്മണർ 12 പൂജ ചെയ്യുമ്പോൾ അതിന് തത്തുല്യമായിട്ട് കൗളാചാര വിധിയിൽ ഒരു പൂജ ചെയ്താൽ മതിയാകും. അതായത് കോഴിയെ വെട്ടുക, ആടിനെ വെട്ടുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ബ്രാഹ്മണർ ഒരു മാസത്തിൽ ഒരു പൂജ ചെയ്യുമ്പോൾ താഴ്ന്ന കുലത്തിലുള്ള നീചജാതികൾ എന്ന് പറയുന്നത് ഈഴവർ മുതൽ താഴേക്കുള്ളവർ. ഇവിടെ യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രരാണ്. മറ്റുള്ളവർ അവർണരാണ്. അവർണരിൽ ഈഴവ മുതൽ താഴേക്ക്, പിന്നെ ദളിതർ, പിന്നെ പട്ടിക വർഗം, അങ്ങനെ ഒരുപാട് ജാതികളെ ഇവിടെ ബ്രാഹ്മണർ എന്ന് പറയുന്നവർ അവർക്ക് സൂചിക്കാൻ വേണ്ടി കഥകളുണ്ടാക്കി. അപ്പോൾ അവർ സാധാരണക്കാരായ ആളുകളോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നമ്മുടെ ഒരു പൂജയ്ക്ക് 12 പൂജയ്ക്ക് തുല്യമാണ് നിങ്ങളുടെ ഒരു പൂജ. അതായത് അവരെല്ലാ മാസത്തിലും പൂജ ചെയ്യുന്നു. കീഴാള ജനവിഭാഗങ്ങൾ കൗളാചാര പ്രകാരം വർഷത്തിലൊരിക്കൽ അവരുടെ ധർമ്മദേവത പ്രീതിക്ക് വേണ്ടി ഒരു കോഴിയെ വെട്ടുന്നു, അല്ലെങ്കിൽ ആടിനെ വെട്ടുന്നു, അല്ലെങ്കിൽ കോഴികളെ വെട്ടുന്നു. അപ്പോൾ തുല്യമായി ഗുണം കിട്ടുമെന്ന് പറയും. നിങ്ങളറിയുക. കാരണം ഈ കീഴാള ജനങ്ങൾക്കൊന്നും ഒരു ഗതിയും പരഗതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ കോഴിയെ ആടിനൊക്കെ വെട്ടിയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഒരു ഗുണം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. അവരിവിടെ വന്നു കഴിയുമ്പോൾ സാത്വിക പൂജ ചെയ്യുന്ന ആളുകളുടെ പൂജ കണ്ട് രാജാക്കന്മാർ അവർക്ക് കീഴ്പ്പെട്ട് ഒരുപാട് ധനങ്ങളെല്ലാം വാരിക്കൊടുക്കുന്നു. താമസ പൂജ ചെയ്യുന്ന കൗളാചാര വിധി പ്രകാരമുള്ളവർ വലിയ ലീലാവിലാസം എന്ന് പറഞ്ഞ് കോഴിനെയും ആടിനെയൊക്കെ വെട്ടി അങ്ങനെയൊക്കെ ചെയ്തിട്ട് പ്രത്യേകിച്ചൊരു ഗുണവുമില്ല, ദരിദ്രം പിടിച്ച അടിമകളായിട്ട് കഴിയുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ അന്ധവിശ്വാസികളാണ്. അങ്ങനെയാണ് അന്ധവിശ്വാസം എന്ന വാക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നത്. ബ്രിട്ടനാണ് കൊണ്ടുവരുന്നത് അന്ധവിശ്വാസം. അപ്പോൾ കേരളത്തിൽ അന്ധവിശ്വാസം എന്ന വാക്ക് കൊണ്ടെന്താരാ? ഡോക്ടർ പൽപ്പുവാണ്. കാരണം പൽപ്പ് പഠിച്ച് ഡോക്ടറായി ഉപരിപഠനത്തിനും പ്രാക്ടീസിനും വേണ്ടി പുകൾപെറ്റ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സഹായത്തിന് എന്ത് കഴിഞ്ഞപ്പോൾ ഈഴവനായതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തില്ല. പിന്നീട് അദ്ദേഹം മൈസൂർ മദ്രാസ് സംസ്ഥാനത്തേക്ക് പോയി. അവിടെ വെച്ചാണ് സ്വാമി വിവേകാനന്ദനെ കണ്ട് എൻ്റെ നാട്ടിലിങ്ങനെ അയിത്തവും അനാചാരവും കൊടികുത്തി വാഴുകയാണ്, സ്വാമി തീരുമാനം ഉണ്ടാക്കാൻ പറയുമ്പോൾ സ്വാമി പറയും, നിൻ്റെ കുലത്തിലുള്ള ഒരു ആത്മീയ ആചാര്യന് മാത്രമേ മാറ്റം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ, പോയി അന്വേഷിക്കാൻ പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ 1849 ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്ന ഇഴവൻ 250 ഏക്കർ തെങ്ങിൻപുരയുടെ ഉണ്ടായിരുന്ന ജന്മിയാണ്. അപ്പോൾ ഞാനിവിടെ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ചരിത്രം പറയുമ്പോൾ ഇതെല്ലാം മിത്താണെന്ന് പറയുന്നത്. അതായത് മിത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കഥകൾ. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷുകാരും മിത്താണോ? അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ മിത്താണോ? അല്ലല്ലോ. അപ്പോൾ വേലായുധ പണിക്കർ എന്ന് പറയുന്ന ധീരനായ ഈഴവൻ, അദ്ദേഹത്തിന് പണിക്കർ സ്ഥാനം കൊടുത്തതാരാ? രാജാവാണ്. രാജാവ് പണ്ട് ജന്മിമാർക്ക് പട്ടം കൊടുക്കും. അത് ഈഴവർക്കാണ് കൂടുതൽ കിട്ടിയ. നായർ സമുദായം എല്ലാം നമ്പൂതിരിമാരുടെ ദാസന്മാരായിരുന്നു. ഒരുപാട് പേര് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈഴവർ മതം മാറിയ കുറച്ച് ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, കുറച്ച് നായർ സമുദായം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈഴവർക്ക് മരണകർമ്മം ചെയ്യാൻ നടന്നുകൊണ്ടിരുന്ന ഈഴവാത്തി സമൂഹം, വാത്തി എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പ് മെസ്സേജ് ഇടുന്നുണ്ട്, ഈ നാരായണ ഗുരു കണിയാനാണ്, അവർ സമ്മതിക്കുന്നുണ്ട്, പക്ഷെ ബ്രാഹ്മണനാണെന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിക്കുക, ബ്രാഹ്മണൻ എന്തിനാണ് അവർണ വിഭാഗത്തിൽ വന്ന് കിടക്കുന്ന കണിയാന്മാർ കിടക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇവിടെ ജാതീയമായ വേർതിരിവുണ്ടാക്കി ബ്രാഹ്മണരെന്ന് പറയുന്നവർ താഴ്ന്ന വിഭാഗ ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള ജ്യോതിഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സമൂഹത്തിനെ വാർത്തെടുത്തു. അതാണ് യഥാർത്ഥത്തിൽ കണിയാന്മാർ. അപ്പോൾ നാരായണ ഗുരുവിൻ്റെ അച്ഛൻ, മാടനാശാനൊക്കെ, അതൊരു അമ്മാവൻ, ഇവരെല്ലാം ആശാന്മാരെന്ന് വിളിക്കുന്നത്. ആശാന്മാരെന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ജ്യോതിഷം നോക്കുന്ന കണിയാന്മാരെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ വേലായുധ പണിക്കർ എന്ന് പറയുന്ന ഈഴവന് രാജാവ് കൊടുത്ത പട്ടമാണ്. ഇവിടെ മരണവീടുകൾ, അതായത് ഈഴവർക്ക് മരണകർമ്മം ചെയ്യാൻ വരുന്ന ഈഴവാത്തി, കുറുപ്പ്, അങ്ങനെ പല വിഭാഗമുണ്ട്. ഇവരെ ഒന്നും ഈഴവർ വില വയ്ക്കില്ല, കാരണം ജാതിയിൽ വില താഴ്ന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇവരുടെ നേതാവ് എന്ന് നാരായണ ഗുരുവിനോട് സങ്കടം പറയും, ഞങ്ങൾക്ക് ഇങ്ങനെ വക വയ്ക്കുന്നില്ല, തീരുമാനം ഉണ്ടാകും. അങ്ങനെ തൻ്റെ സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി നാരായണ ഗുരുവാണ് ശരിക്കും പറഞ്ഞാൽ ഈഴവാത്തി കണിയാന്മാർക്ക് പണിക്കർ എന്ന സ്ഥാനം കൊടുത്തത്. ഈഴവരുടെ പ്രത്യേകത എന്താ? ഒരു മേൽജാതി എന്നുള്ളൊരു തോന്നൽ വന്ന നായർ, മാരാർ, വാര്യർ, നമ്പൂതിരി ഇങ്ങനെയുള്ള പേര് കണ്ടാൽ ഈഴവർ കാലിൽ വീഴും. അങ്ങനെയാണ് പണിക്കർമാർക്ക് വലിയ സ്ഥാനം കൊടുത്ത് ഈഴവർ തന്നെ ഇവരുടെ വാലാട്ടിപ്പട്ടികളായിട്ട് പിന്നാലെ പോയി അങ്ങനെ നശിച്ച് നാരണക്കല്ലും പറിച്ച്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1849
ആറാട്ടുപുഴ വേലായുധ പണിക്കർ വൈക്കത്തുള്ള നമ്പൂതിരിയുടെ അടുത്ത് 3 വർഷം പൂജയൊക്കെ പഠിച്ചെടുത്ത് അദ്ദേഹം 1852 ആലപ്പുഴ ആറാട്ടുപുഴ കാർത്തിക പള്ളിയിൽ 2 ശിവക്ഷേത്രം പ്രതിഷ്ഠ നടത്തി. അദ്ദേഹത്തോടാണ് സവർണർ ചോദിച്ചത്, നിങ്ങളെന്താ അതിക്രമം കാണിച്ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നാരായണ ഗുരു പറഞ്ഞത് നോം, പുള്ളി ദൈവമല്ലേ, നോം നമ്മുടെ ശിവനെ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ വേലായുധ പണിക്കർ ഇത്രയും ലീലാവിലാസങ്ങൾ ചെയ്യുന്ന സമയത്ത് നാരായണ ഗുരു ജനിച്ചിട്ടില്ല. 1856 ജനിക്കുന്നത്. 1863 ഡോക്ടർ പൽപ്പു ജനിക്കുന്നത്. അപ്പോൾ ഇവിടെ പൽപ്പുവിനെ പഠിപ്പിച്ചത് നാരായണ ഗുരു എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ നാരായണ ഗുരു എന്ന് പറയുന്ന പശുകറവയായിട്ട് നടന്ന 4ാം ക്ലാസ് വരെ പഠിച്ച് കുറച്ച് സംസ്കൃതമൊക്കെ പഠിച്ച് പിള്ളേരെ നിലത്തൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന നാരായണ ഗുരു തൂമ്പ പണിക്ക് പോയിട്ടാണോ പൽപ്പുവിനെ പഠിപ്പിച്ചത്? അല്ലല്ലോ. അപ്പോൾ പൽപ്പുവിനെ പഠിപ്പിച്ചത് ഫെർണാണ്ടസ് എന്ന് പറയുന്ന സായിപ്പാണ്. സായിപ്പിൻ്റെ പിൻബലമുള്ള ആളായിരുന്നു ഡോക്ടർ പൽപ്പു. അതുകൊണ്ടാണ് ഇത്രയും ധീരനായ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ 1874 ഒരു കായൽ യാത്രികരുടെ പഴയ കാര്യസ്ഥൻ കുത്തിക്കൊന്ന് കായലിൽ തള്ളി. ഇതൊക്കെ അറിയുന്നത് നിങ്ങൾ 19ാം നൂറ്റാണ്ട് സിനിമ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ അത് തന്നെ 1866 മാറുമറിക്കൽ സമരം നടത്തി മാർക്കറ്റിലൂടെ, ആലപ്പുഴ മാർക്കറ്റിൽ ഒരു ചാന്നാർ യുവതി മാറുമറിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അവിടെ 7 സ്ത്രീകളാണ് വലിച്ചു പറിച്ച് കളയുന്നത്. അപ്പോൾ സിനിമയിൽ കാണിക്കുമ്പോൾ നായർ മാടമ്പിമാരാണ്. അപ്പോൾ എന്തായാലും വേലായുധ പണിക്കർ ഒരു സേനയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹം സേനാംഗങ്ങളും വന്ന് അവിടെ ഉള്ളവരൊക്കെ അടിച്ച് ഓടിച്ച് എല്ലാവർക്കും മുലക്കച്ച വാങ്ങിക്കൊടുത്ത് അങ്ങനെ 1866 മുതൽ 7 സ്ത്രീകൾ, ചാന്നാർ സ്ത്രീകൾ മാറുമറിച്ചു. 1936 ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതിന് ശേഷമാണ് നായർ സ്ത്രീകൾ മാറുമറിച്ചത്. 70 വർഷം വേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചരിത്രം ഇവിടെ കിടക്കുകയാണ്. അതേപോലെ തന്നെയാണ് വേലായുധ പണിക്കർ അദ്ദേഹം അച്ചുപുടവ സമരം നടത്തി. അച്ചുപുടവ സമരം എന്ന് പറഞ്ഞാൽ മുട്ടോളമുള്ള മുണ്ടെടുക്കാനുള്ള അവകാശം സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ സ്ത്രീകൾക്കും. നമ്പൂതിരി സ്ത്രീക്കായാലും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വേലായുധ പണിക്കരാണ് സമരം നടത്തി അത് കണങ്കാല് വരെയുള്ള മുണ്ടെടുക്കാനുള്ള അനുവാദം നേടി. പിന്നെ അതുകൂടാതെ മുക്കുത്തി, സ്വർണ്ണ മുക്കുത്തി ധരിക്കാനുള്ള അവകാശം നമ്പൂതിരി സ്ത്രീകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അടൂർ പന്തളത്ത് ഒരു ഇഴവ സ്ത്രീ സ്വർണ്ണ മുക്കുത്തിട്ടുണ്ട് പോകുമ്പോൾ നായർ മാടന്മാരെ മുക്കിയെത്തി കളയും. വേലായുധ പണിക്കർ ഇതൊക്കെ അറിഞ്ഞിട്ട് അവിടെ എത്തി അവരൊക്കെ അടിച്ചോടിച്ച് അവസാനം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്ത്രീകൾക്കും സ്വർണ്ണ മുക്കുത്തി വാങ്ങിക്കൊടുത്തു. പിന്നെ റോഡിലൂടെയുള്ള ഹോയ് ഹോയ് വിളികളൊക്കെ വേലായുധ പണിക്കരാണ് അവസാനിപ്പിച്ചത്. അതേപോലെ ഇത്രയും ധീരനായിരുന്ന വേലായുധ പണിക്കരുടെ ചരിത്രമൊന്നും ഇവിടെ സ്കൂളുകളിലും പഠിപ്പിക്കുന്നില്ല, അതേപോലെ SNDP സദസ്സിലും പഠിപ്പിക്കുന്നില്ല, അതേപോലെ ഡോക്ടർ പൽപ്പുവിനെ പോലും പഠിപ്പിക്കുന്നില്ല. കാരണം എന്താ, പൽപ്പുവാണ് യഥാർത്ഥത്തിൽ 1903 SNDP രൂപീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണിയാൻ നാണുവിനെ മുൻനിർത്തിക്കൊണ്ട് 1888 അരൂപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി. അത് ശിവരാത്രി നാളിലാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ശിവരാത്രി എന്ന് പറഞ്ഞാൽ മഹാദേവൻ മയങ്ങിക്കിടക്കുന്ന ദിവസമാണ്. അപ്പോൾ പ്രകൃതിയിൽ ഒരു ദൈവിക ശക്തിക്കും ശക്തിയില്ലാത്ത ദിവസം പ്രതിഷ്ഠ നടത്താമെന്ന് പറയുമ്പോൾ ആത്മീയമായിട്ടൊരു അറിവുള്ള ആൾ ഈ പണി ചെയ്യൂല. അപ്പോൾ ഇതൊന്നും അറിയാതെ ജനങ്ങളെ നുണ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് സമൂഹത്തിൽ തെറ്റായ സന്ദേശങ്ങൾ പങ്കുവെക്കുന്നവരല്ലേ യഥാർത്ഥത്തിൽ അന്ധവിശ്വാസം പടർത്തുന്നത്. എന്നിട്ട് പറയുന്നത് നാരായണ ഗുരുവിന് 4 വരി മന്ത്രം ജപിച്ച അത് തന്നെ ദൈവദശം എഴുതിയ കുമാരനാശാനാണ്. അപ്പോൾ കുമാരനാശാൻ എഴുതിയ ദൈവദശം എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണങ്ങൾ എന്നെ വിളിച്ച് ഭയങ്കര തെറി. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് തർക്കം കോടതിയിലേക്ക് വരൂ, നമുക്ക് അവിടെ നോക്കിക്കൂടാ. അപ്പോൾ പറയണു കോടതിയൊന്നും ഞങ്ങൾ വില വയ്ക്കില്ല. അത് ഇന്ത്യ മഹാരാജ്യത്തിൽ ഈഴവർക്ക് മാത്രം, SNDPക്ക് മാത്രമായിട്ടൊരു നിയമമുണ്ടോ? അത് ഈഴവനായി എനിക്ക് ധൈര്യമായിട്ട് വെല്ലുവിളിക്കാം. അവ എന്നെ തോപ്പിക്കാൻ വേണ്ടി ഒരു പുന്നാര മകനെ ഇറക്കി. അവൻ പറയാണ് ഞാനിവിടെ അന്ധവിശ്വാസം, ഞാനാണ് അന്ധവിശ്വാസം പടർത്തുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അതായത് ബ്രാഹ്മണൻ്റെ 12 പൂജയ്ക്ക് തുല്യമായിട്ട് ഒരു കൗളാചാര വിധിയിൽ പൂജ ചെയ്ത ഗുണം കിട്ടുമെങ്കിൽ അവരെന്തിനാ ദരിദ്ര നാരായണന്മാരായിട്ട് മരിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ അടിമത്തവും അതേപോലെ അന്ധവിശ്വാസം പടർത്തുന്നതാരം ഞാനാണോ? അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അപ്പോൾ ഡോക്ടർ പൽപ്പ് നോക്കിയപ്പോൾ ഇവിടെ ഈശ്വരൻ്റെ പിന്നാലെ എന്ന് പറഞ്ഞ് രാജാക്കന്മാർ നടന്ന് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത്, അതേപോലെ താഴ്ന്ന വിഭാഗം ആളുകൾ വേണ്ടാത്ത കോഴി വെട്ടും അതേപോലെ ആട് വെട്ടൊക്കെ നടത്തി ഒരു ഗുണവുമില്ല. അങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ ആശയങ്ങളോട് സമരസപ്പെട്ട് ഡോക്ടർ പൽപ്പുവാണ് ഈ കാണുന്ന നിർവചനം അന്ധവിശ്വാസം എന്നുള്ളതെല്ലാം പരത്തുന്നത്. നമുക്ക് ഡോക്ടർ പൽപ്പിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം 1884 പഠിച്ച് ഉപരിപഠനത്തിനും പ്രാക്ടീസിനും വേണ്ടി പുകൾപെറ്റ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സഹായം തേടുമ്പോൾ ഈഴവനായതുകൊണ്ട് പറ്റില്ല എന്ന് പറയും. അങ്ങനെയാണ് അദ്ദേഹം മൈസൂർ മദ്രാസ് സംസ്ഥാനത്തേക്ക് പോവുകയും സ്വാമി വിവേകാനന്ദനെ കാണുകയും സ്വാമിയുടെ നിർദ്ദേശപ്രകാരം ഒരാളെ അന്വേഷിച്ച് കണ്ടെത്തി 1888 പ്രതിഷ്ഠ. അപ്പോൾ അതിനു മുമ്പ് വേലായുധ പണിക്കർ നാരായണ ഗുരു ജനിക്കുന്നതിന് മുമ്പ് 2 ശിവക്ഷേത്രം പ്രതിഷ്ഠ നടത്തില്ലേ? എന്നിട്ട് എന്താ ഇത്രയും മഹനീയമായ കാര്യം ചെയ്ത വേലായുധ പണിക്കരുടെ ചരിത്രമൊന്നും ആർക്കും അറിഞ്ഞൂടാ. ഇത് തന്നെ യാതൊരുവിധ ശാരീരിക ക്ഷമത, അതായത് കുടുംബജീവിതം നയിക്കാനുള്ള ക്ഷമതയില്ലാതിരുന്ന നാരായണ ഗുരു 2 കദളിപ്പഴം കൊടുത്ത് മക്കളെയൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് വെടിക്കഥകളുടെ ബഹളമാണ്. ശിവഗിരി മഠത്തിൽ നിന്നും നൽകിയ ഭക്ഷണം മിതമായ രീതിയിൽ ഭക്ഷിച്ച് 1 മാസത്തോളം ആ ദമ്പതികൾ അവിടെ കഴിഞ്ഞുകൂടി. ഇവരുടെ ആകാരത്തിലും മറ്റും
മാറ്റം ദർശിച്ച ഗുരു ഇവിടെ കഴിഞ്ഞത് മതി എന്നും ഇനി തിരിച്ച് മദ്രാസിലേക്ക് പോകാമെന്നും അറിയിച്ചു. പോകുന്നതിന് മുൻപ് ഗുരു ഇവർക്കായി 2 കദളിപ്പഴവും പ്രസാദമായി കൊടുത്തു. ശിവഗിരിയിൽ നിന്നും പോയി ഏകദേശം 1 വർഷത്തിനുള്ളിൽ ഇവർക്ക് പുത്രഭാഗ്യം ഉണ്ടാവുകയും ചെയ്തു. ഈ വാർത്ത ഗുരുവിനെ അറിയിക്കുന്നതിനും സന്തോഷം പങ്കുവയ്ക്കുന്നതിനുമായി ധർമ്മലിംഗ മുതലിയാർ ശിവഗിരിയിലെത്തുകയും ഗുരുവിനോട് കാര്യങ്ങൾ ഉണർത്തുകയും നന്ദി സൂചകമായി ശിവഗിരിയിൽ ഒരു സത്രം നിർമ്മിച്ച് നൽകുകയും ചെയ്തു. ദൈവാത്മനായ മഹാഗുരുവിൻ്റെ വൈദ്യം എന്നത് എന്തെങ്കിലും ഒരു പഴമോ പ്രസാദമോ ഒക്കെ വേണ്ടുന്നവർക്ക് കൊടുത്തുകൊണ്ടുള്ള രീതിയിലായിരുന്നു. അത് വാങ്ങി ഭക്ഷിക്കുമ്പോൾ തന്നെ രോഗശാന്തിയും കൈവരുന്നു. ഇങ്ങനെ രോഗശാന്തിയും രോഗശുശ്രൂഷയും രോഗമുക്തിയും ഒക്കെ അനേകർക്ക് കൈവന്ന പുണ്യഭൂമിയാണ് ഭഗവാന്റെ ശിവഗിരിക്കുന്ന്. സന്താനലബ്ധിക്കായി കാക്ഷിക്കുന്നവർ ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് ഒന്ന് കൈകൂപ്പിയാൽ പരമകാരുണികനായ മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുമെന്നതിൽ സംശയമില്ല. മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ സന്താനലബ്ധി എന്ന മഹാഭാഗ്യം നിങ്ങൾക്ക് ഏവർക്കും കൈവരുന്നതാണ്. ഇനിയും ശിവഗിരിയുടെ മണ്ണിൽ ഭഗവാന്റെ സവിധത്തിലെത്താൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഉള്ളുനിന്നുള്ള പ്രാർത്ഥന അതിനെയെല്ലാം ദൂരീകരിക്കുന്നതാണ്. സന്താനലബ്ധി എന്ന മഹാഭാഗ്യം മഹാഗുരു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എനിക്കിവിടെ ഞാൻ വെടിക്കഥ പറയാറില്ല. മണ്ണാറശാലയിലെ സ്ത്രീ അവിടെ പാമ്പുങ്ങിനെ പ്രസവിച്ചു എന്ന് പറയും. ഏതെങ്കിലും ഒരു മനുഷ്യ സ്ത്രീക്ക് വേറൊരു ജന്തുവിനെ പ്രസവിക്കാൻ പറ്റുമോ? നിങ്ങളിന്ന് ആലോചിക്കുക. ഇതന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സാമുവൽ മെറ്റീരിയൽ ഞാൻ കണ്ട കേരളം എന്ന യാത്ര വരുന്ന ഗ്രന്ഥത്തിൽ മണ്ണാറശാലയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലവിടെ പാമ്പുങ്ങിൻ്റെ കഥയില്ല. അതേപോലെ 1909 കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിലും മണ്ണാറശാലയെക്കുറിച്ച് പറയുന്നുണ്ട്, പാമ്പുങ്ങിൻ്റെ കഥ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇല്ലാത്ത വെടിക്കഥ പറയുന്നത് ഞാനാണോ? അതേപോലെ തന്നെ 1900 ഇട്ടിമൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനി മുതലാളിയാണ് ശബരിമല ക്ഷേത്രം നിർമ്മിക്കുന്നത്. 4 വർഷം വേറൊരു ക്ഷേത്രത്തിലിട്ട് പണി കഴിപ്പിച്ചിട്ടാണ് അവിടേക്ക് കൊണ്ടുപോയി വനത്തിലൂടെ 4 വർഷം ചുമന്നുകൊണ്ടായിട്ടാണ് ശബരിമല ക്ഷേത്രം തിരുവിതാംകൂർ രാജാക്കന്മാർ പണി കഴിപ്പിക്കുന്നത്. അതുവരെ 1949 ഇന്ന് കാണുന്ന തന്ത്രി കുടുംബം ശബരിമല ക്ഷേത്രത്തിൻ്റെ പൂജാതി കർമ്മങ്ങൾ ഏറ്റെടുക്കുന്നത്. അതിനുമുമ്പ് ആദിവാസികളാണ് ആരാധിച്ചിരുന്നത്. അപ്പോൾ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നിങ്ങളില്ലാത്ത ഒന്നിൻ്റെ പിന്നാലെ പോയിക്കൊണ്ട് അത് ശരി എന്ന് വിശ്വസിക്കുന്നതല്ലേ ഏറ്റവും വലിയ അന്ധവിശ്വാസം. ഞാനിവിടെ ശരിയുടെ ഭാഗത്തല്ലേ പോകുന്നത്. നമുക്ക് ജാതി മത ഭേദങ്ങളില്ല. അത് തന്നെ ദക്ഷയാഗം നടന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ പറയുന്നു കണ്ണൂർ കൊട്ടിയൂരാണെന്ന് പറഞ്ഞത്. അന്ന് കേരളം ഉണ്ടായിരുന്നില്ലല്ലോ. പരശുരാമൻ മഴ പറഞ്ഞ് കേരളം ഉണ്ടാക്കിയെന്ന് ഞാനല്ലോ കഥ പറയണത്. ഇവിടെ പൗരാണികമായിട്ട് പാരമ്പര്യവാദികളല്ലേ കഥ പറയുന്നത്. അതേപോലെ തന്നെ പരശുരാമൻ ബ്രാഹ്മണരുണ്ടാക്കിയെന്ന് പറഞ്ഞ് മുക്കുവരെ വേദം പഠിപ്പിച്ച്, അപ്പോൾ ആ മുക്കുവർ വേദം പഠിച്ച് നമ്പൂതിരിമാരായെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വെടിക്കഥ കേട്ട് വളരുന്നവർക്ക് ഒന്ന് ചിന്തിച്ചുകൂടെ? ഇപ്പോൾ കൊട്ടിയൂരേക്ക് അവിടെ ഇളനീര് കൊണ്ടുപോകുന്ന ആരാ? തീയന്മാരാണ്. അത് ഹോയ് 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 വിളിച്ചുകൊണ്ടാ പോണേ. അതുപോലെ നമ്പ്യാർ സമുദായം നെയ്യ് കൊണ്ടുപോകുന്നു. അത് നിങ്ങൾ കണ്ടുപോയിക്കോ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ ഒപ്പം ഇട്ടുതരാം. അപ്പം ഇതൊക്കെയല്ലേ അന്ധവിശ്വാസം? ഇല്ലാത്ത ഒന്നിൻ്റെ പിന്നാലെ പോകുന്നതല്ലേ അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഞാനിവിടെ ഉള്ള കാര്യങ്ങളിലെ തെളിയിക്കുന്നത് 100 കിട്ടിയ 110 ചിലവാകുന്ന അവസ്ഥ, കൂടുതൽ സമയം കിടന്നുറങ്ങുന്നതോ, ഉറക്കമില്ലായ്മയോ, കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നതോ, ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതോ, ഇതൊക്കെ ജിന്നിൻ്റെ ഉപദ്രവമാണ്. വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം, അതേപോലെ ഭക്ഷണത്തിൽ മുടി കിട്ടുക, പ്രാണി ഉണ്ടാവുക, കല്ലുണ്ടാവുക, തലവേദന വരിക, ഇതൊക്കെ ചാത്തൻ്റെ ഉപദ്രവം. ഇതെല്ലാം ആവാഹന പൂജയിൽ മാറ്റി കഴിയുമ്പോൾ ആ പാർട്ടിയുടെ പ്രശ്നം മാറല്ലേ. അതുപോലെ കൈകാൽ വേദന, ശരീരം വേദന, കണ്ണ് ചൊറിയുക, കണ്ണ് ചൂടാവുക, 100 കിട്ടിയ 110 ചിലവ്, ഇതെല്ലാം ഒടിമാരണ ദോഷമാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ഒടിയൻ എന്ന സിനിമ കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? അതേപോലെ മാമാനിക്കുന്ന് കണ്ണൂരുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് 3 തിരി നാളികേരത്തിൻ്റെ മുകളിൽ വെച്ച് കത്തിച്ചതൊക്കെ മാറുമോ? മാറൂല. നമുക്കിവിടെ ഒടി ഉച്ചാരണം ചെയ്യുമ്പോൾ
ഏകദേശം ഒരു 100-300 ചില്ലാൻ തിരി ഒഴിഞ്ഞിട്ട് ചിലർക്ക് 500 തിരി വരെ പോകാറുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ടല്ലേ ഇതൊക്കെ മാറണത്. അപ്പോൾ ഇവിടെ വന്ന് ജീവിതം രക്ഷപ്പെട്ടവർ ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങളല്ലേ തിരിച്ചറിയണ്ടേ. നിങ്ങൾക്ക് വിശ്വാസം എന്താ, അന്ധവിശ്വാസം എന്താണെന്ന് തിരിച്ചറിയാനുള്ള വല്ല കഴിവുണ്ടോ? അപ്പോൾ ഇല്ലാത്ത ദക്ഷയാഗം നടന്നവിടെ ഉത്തരാഖണ്ഡിൽ ഇല്ലാത്ത ദക്ഷനെ യാഗം നടത്തി കണ്ണൂർ കൊട്ടിയൂർ അവിടെ ചെളിവെള്ളത്തിൽ കിടന്ന് മറിയുക, അയിത്തത്തിൻ്റെ പിന്നാലെ പോവുക, അതെല്ലാം വിശ്വാസം. അതേപോലെ മണ്ണാർശാലയിൽ അവിടെ പാമ്പ് കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറയുന്നതും അത് വിശ്വാസം. ഞാനിവിടെ ഇരുന്ന് ഈ വക തട്ടിപ്പുകളൊക്കെ പറയുമ്പോൾ നമ്മൾ അന്ധവിശ്വാസം പടർത്തുന്ന ആളെ. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാ അന്ധവിശ്വാസം പടർത്തുന്നത്? അതുപോലെ നമ്മുടെ ജ്യോതിഷപ്രകാരം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ദൈവം ആവില്ല. ഈഴവരല്ലാതെ ഏതെങ്കിലും ഒരു സമുദായം മരിച്ച മനുഷ്യനെ ദൈവമായിട്ട് ആരാധിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമ്മൾ പറയരുണ്ട്, പുലയരുണ്ട്, ഉള്ളാടനുണ്ട്, ഒരാടനുണ്ട്, എല്ലാവരും ഉണ്ട്. നായരുണ്ട്, നമ്പൂരിയുണ്ട്. ഇവരാരെങ്കിലും മരിച്ച മനുഷ്യനെ ദൈവമായിട്ട് ആചരിക്കുന്നുണ്ടോ? എന്തിനേറെ പറയുന്നു, ശങ്കരാചാര്യരെ പോലും ദൈവമായിട്ട് ആരും ആരാധിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ സാമാന്യയിൽ ചിന്തിച്ചുകൂടെ? അപ്പോൾ 4ാം ക്ലാസ് വരെ പഠിച്ച നാരായണ ഗുരു വലിയ ദൈവമായി, ഈഴവരെ മൊത്തം മരിച്ചു, കണിയാൻ നാണു ദൈവമായി. അപ്പോൾ ഇതെല്ലാം ഡോക്ടർ പൽപ്പുവിൻ്റെ ക്രിയേഷനല്ലേ? 1903 ഡോക്ടർ പൽപ്പുവാണ് SNDP രൂപീകരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഈ പാവത്തുങ്ങൾ ഏകദേശം 2015 മുതലാണ് നാരായണ ഗുരുവിൻ്റെ വെടിക്കഥകൾ കീർത്തനങ്ങളായിട്ട് വന്ന് അതെന്തൊക്കെ പാടുന്നത്. വർക്കലയിൽ വാഴുന്നത് ദക്ഷിണകാശി എന്ന് പറയുന്നത് ശിവനാന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ തന്നെ. ദക്ഷിണ കാശിയാം വർക്കലയിൽ ദക്ഷിണയില്ലാതെ നിൽക്കുന്നു ഞാൻ. നിൻ ദിവ്യദേഹി തൻ ദർശനത്താൽ സങ്കടം തീർക്കണേ തമ്പുരാനേ. ദക്ഷിണ കാശിയാമർക്കലയിൽ ദക്ഷിണയില്ലാതെ നിൽക്കുന്നു ഞാൻ. നിൻ ദിവ്യദേഹി തൻ ദർശനത്താൽ സങ്കടം തീർക്കണേ തമ്പുരാനേ. ഒരു ശേഷിയില്ലാതിരുന്ന ആള് ശിവനാവോ? ആവില്ലല്ലോ. അപ്പോൾ ശിവനെന്ന് പറഞ്ഞാൽ ശിവന് കുടുംബം ഉണ്ടായി, ഭാര്യ മക്കളുണ്ടായി, അങ്ങനെയല്ലേ നമ്മൾ പുരാണം പഠിക്കുന്നത്. അപ്പോൾ കല്യാണം കഴിക്കാത്ത ആൾ ശിവനാവോ? അപ്പോൾ ഇതിനൊന്നും നിങ്ങൾക്ക് ഉത്തരവില്ല. അപ്പം നിങ്ങൾ തീരുമാനിക്കുക, വിശ്വാസം എന്താണ്, അന്ധവിശ്വാസം എന്താണ്. ഉള്ളതിൻ്റെ പിന്നാലെ പോകുന്നതല്ലേ നമുക്ക് തെളിയിച്ചു തരാം. യുക്തിവാദി എന്ന് പറഞ്ഞാൽ എന്താണോ തെളിയിച്ച് തരാൻ പറ്റുന്നത് അതാണ് യുക്തിവാദം. അപ്പോൾ ഞാനിവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പാരമ്പര്യവാദികൾക്ക് ജനങ്ങളെ പറ്റിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അഷ്ടമംഗലം എന്നൊക്കെ പറഞ്ഞു വയ്ക്കും. എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. അതേപോലെ തന്നെ പറയുന്നു, ഋഗ്വേദം 10 പേരിരുന്നിട്ട് ഒരു മന്ത്രം ഓം ഭൂർഭുവ സ്വഹ, അത് 10 പേരിരുന്നിട്ട് 10 പ്രാവശ്യം ചൊല്ലുക 10,000 ആയി. അങ്ങനെ 100 പ്രാവശ്യം ചൊല്ലുക 1,00,000 ആയി. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ കലശാട്ടത്തിനും അതേപോലെ ദേവബിംബത്തിന് ബലം കൊടുക്കലൊക്കെ. അപ്പോൾ ഇതൊക്കെ പറ്റിക്കലല്ലേ? ക്ഷേത്രങ്ങളുടെ ചൈതന്യവർദ്ധനവിന് വേദമന്ത്രങ്ങളെക്കൊണ്ട് പല പ്രയോഗങ്ങളും വിധിച്ചിട്ടുണ്ട്. വേദമന്ത്രങ്ങളെക്കൊണ്ടുള്ള മുറജപം, അതുപോലെ തന്നെ മുറധാര, അതുപോലെ തന്നെ വാരമിരിക്കൽ എന്നിവയൊക്കെ അതിൽ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വേദലക്ഷാർച്ചന. ഒരു തവണ ഋഗ്വേദം പൂർണ്ണമായും ജപിക്കുമ്പോൾ അതിൽ 10,000-ൽ കൂടുതൽ ഋക്കുകൾ അഥവാ മന്ത്രങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ 10 തവണ ഋഗ്വേദം പൂർണ്ണമായും ജപിച്ചാൽ 10 × 10,000 1,00,000-ൽ കൂടുതൽ മന്ത്രജപം അവിടെ വരും. ഇവിടെ പത്മമിട്ട് അതിൽ ഒരു കലശത്തിൽ തീർത്ഥം നിറച്ച് അത് പൂജിച്ച് ആ കലശത്തിന് ചുറ്റുമായും 10 ഋഗ്വേദ പണ്ഡിതരിരുന്ന് ഋഗ്വേദം പൂർണ്ണമായും ജപിച്ച് അർച്ചന നടത്തുന്നു. അപ്പോൾ അവിടെ 1,00,000-ൽ കൂടുതൽ അർച്ചനയാണ് ആ കലശത്തിലേക്ക് വരുന്നത്. ഇങ്ങനെ വേദമന്ത്ര ചൈതന്യം നിറഞ്ഞ ഈ കലശം ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്തേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോയി അവിടെയുള്ള ദേവന് അല്ലെങ്കിൽ ദേവിക്ക് ഈ കലശം അഭിഷേകം ചെയ്യുമ്പോൾ ഈ വേദമന്ത്രങ്ങളുടെ പൂർണ്ണമായ ചൈതന്യം ആ ക്ഷേത്രത്തിലെ ദേവന് ഉണ്ടാവുകയും അത് അനുഗ്രഹ രൂപത്തിൽ ആ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും.
ഇങ്ങനെ ക്ഷേത്ര ചൈതന്യ വർധനവിന് വേണ്ടി ചെയ്യുന്ന ഒരു ക്രിയയാണ് വേദലക്ഷാർച്ചന എന്ന് പറയുന്നത്. ഇവിടെ ഋഗ്വേദത്തിന് പകരം യജുർവേദമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ആ മന്ത്രങ്ങൾക്ക് അനുസരിച്ചിട്ട് പണ്ഡിതരുടെ എണ്ണവും ദിവസത്തിൻ്റെ എണ്ണവും വ്യത്യാസപ്പെടുത്തണം എന്ന് മാത്രം. വേദത്തിന് പകരം സഹസ്രനാമമാണെങ്കിൽ സഹസ്രനാമ ലക്ഷാർച്ചന എന്നാണ് പറയുക. വിഷ്ണു സഹസ്രനാമ ലക്ഷാർച്ചന, ലളിതാ സഹസ്രനാമ ലക്ഷാർച്ചന, ശിവസഹസ്രനാമ ലക്ഷാർച്ചന എന്നിങ്ങനെ പറയാറുണ്ട്. അങ്ങനെയും നടത്താറുണ്ട്. അപ്പോഴും ഇവിടെ കലശത്തിലേക്ക് അർച്ചന നടത്തി ആ കലശം അകത്ത് കൊണ്ടുപോയി അഭിഷേകം ചെയ്ത് ആ ചൈതന്യ ദേവനിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ലക്ഷാർച്ചനയ്ക്ക് ശേഷം ആ കലശം ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് കേരളത്തിലെ പ്രസിദ്ധമായ ദക്ഷിണാമൂർത്തി ക്ഷേത്രങ്ങളിലൊന്നായ എടപ്പാൾ ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ നടന്ന വേദലക്ഷാർച്ചനയുടെ അത് 10 ലക്ഷം മുതൽ 45 ലക്ഷം വരെ വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല. പിന്നെ ആളുകൾ മരിച്ചു കഴിയുമ്പോൾ ഇവരെ കൊണ്ടുപോയി പ്രേത വേർപാട് സായുജ പൂജ എന്ന് പറഞ്ഞിട്ട് ആവാഹിച്ചുകൊണ്ട് ഇരുത്തും. ഇത് തന്നെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. എവിടെയെങ്കിലും മഹാവിഷ്ണുവോ അല്ലെങ്കിൽ അവതാര വിഷ്ണുവോ ഏതെങ്കിലും പിതൃക്കളെ സ്വീകരിക്കുന്നതായിട്ട് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. എല്ലാം മഹാദേവൻ സ്വീകരിക്കുന്നതല്ലേ പറയുന്നത്. മഹാദേവൻ്റെ തൃക്കാൽക്കലല്ലേ പിതൃക്കളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളല്ലേ ചിന്തിക്കേണ്ടത്. വിശ്വാസം ഏതാണ്, അന്ധവിശ്വാസം ഏതാണ്, ശരിയെന്ന് കാണിച്ചു തരണില്ലേ. അപ്പോൾ നമുക്ക് ധർമ്മദേവത പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു, ഇതിനെ വാസ്തു വല്ലാതെ തെറ്റിയ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടില്ല. വടക്ക് പടിഞ്ഞാറ് അടുക്കള കിണറൊക്കെ ഉണ്ടെങ്കിൽ ആ കുടുംബം നശിച്ച് നാരണക്കല്ല് വരയ്ക്കും. വടക്കിഴക്ക് മാത്രമേ അടുക്കള പാടുള്ളൂ. അപ്പം നമുക്ക് ശരിക്കുള്ള വഴിയിലേക്ക് ജനങ്ങളെ നയിച്ചു കൊണ്ടുപോകുമ്പോൾ അത് പാരമ്പര്യവാദികൾക്ക് പറ്റിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ടാവും. അതേപോലെ SNDPക്ക് ഈഴവരെ മുഴുവൻ പറ്റിക്കാൻ വേണ്ടി 2015 മുതൽ നാരായണഗുരുവിൻ്റെ ഇല്ലാത്ത വെടിക്കഥകൾ പാടി കഥകൾ പറഞ്ഞ് പാട്ടിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ശരി തെറ്റുകൾ അറിയാതെ വളരുന്ന ഈഴവർ മൊത്തം പോയി ഇതിൻ്റെ പിന്നാലെ പോയി നശിച്ചുകൊണ്ടിരിക്കുക. അതിന് 1936 ക്ഷേത്രപ്രവേശന വിളംബരം ലഭിച്ചതിന് ശേഷമാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നായർ സമുദായം ഈശ്വരൻ്റെ പിന്നാലെ സഞ്ചരിച്ച് നല്ല സമ്പന്നരായിട്ട് മാറി. അതേവരെ സമ്പന്നതയിലുണ്ടായിരുന്ന ഈഴവർ മൊത്തം നാരായണഗുരുവിൻ്റെ പിന്നാലെ പോയി ജയ് ജയ് വിളിച്ച് നശിച്ച് നാരണക്കല്ല് വരച്ചു. ഇതിന് 1925 ഈ മഞ്ഞ വസ്ത്രം പീതാംബര വസ്ത്രമൊക്കെ ആയത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ SNDPക്കാരെ തന്നെ സമരം കൊണ്ടെടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇല്ലാത്ത ഒരു കഥയിലേക്ക് ഒരു മനുഷ്യന് ദൈവമായിട്ട് ആരാധിച്ച് നശിച്ചു പോകേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക, വിശ്വാസം എന്താണ്, അന്ധവിശ്വാസം എന്താണ്, ശരി ഏതാണ്, തെറ്റെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. എനിക്ക് അന്ധവിശ്വാസമല്ല ഇവിടെ വരുന്നത്. യഥാർത്ഥത്തിലുള്ള ഈശ്വരന്മാരുടെ പിന്നാലെ സഞ്ചരിച്ച് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് തിരുപേരമംഗലത്ത് അവൻ്റെ തിരുസന്നിധിയുണ്ട്. നിലവറയ്ക്കകത്ത് എല്ലാവർക്കും ജാതിമത വ്യത്യാസമില്ലാതെ കയറി തൊഴുവാം. അപ്പോൾ പറയുന്നു മണ്ണാർശാലയിലാണ് നിലവറ, ഇവിടെ ഇല്ലയെന്ന്. ഈ പറയുന്ന ആൾക്കാർ നിലവറ പോയി കണ്ടിട്ടുണ്ട്. ഞാൻ പോയി കണ്ടിട്ടുള്ള ആളാണ്. എനിക്കറിയാം നിലവറ എന്താണ്, ക്ഷേത്രം എന്താണ്, ദേവത എന്താണ്, ശക്തി എന്താണ്. അപ്പോൾ ചിലർ പറയും നമ്മുടെ ഗണപതിമാർക്ക് നെട്ടുമ്പോട്ടും ഇവരൊക്കെ ചെയ്യണം അങ്ങനെയായിരിക്കും. നമുക്കങ്ങനെയല്ല കേട്ടോ. കൃത്യമായ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ 3 വർഷമായപ്പോഴേക്കും നല്ല ശക്തി ചൈതന്യം അവിടെ പരിലസിക്കുന്നതുകൊണ്ട് വഴിപാട് ചെയ്യുന്നവർക്ക് വളരെ വളരെ ഗുണമുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം രക്ഷപ്പെടണമെന്ന് ധൈര്യമായിട്ട് വരിക. അതേപോലെ സനാതന ധർമ്മസംഘം എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്ന് എല്ലാ മാസത്തിലും ആയില്യം തിരുവുത്സവമായി കൊണ്ടാടുന്ന പ്രണവമലയിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു. ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃക കാണിക്കുകയാണ്. ധൈര്യമായിട്ട് വരിക. ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളാണ്. നമുക്ക് ജാതിമത ഭേദങ്ങളില്ല. കുട്ടികൾ നല്ല വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ വളർന്നു കഴിഞ്ഞാൽ ഈ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളാകാതെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെയൊക്കെ കൈപിടിച്ച് ഉയർത്താൻ സാധിക്കും. ഏത് കുലത്തിലുള്ള ആളുകളാണെങ്കിലും വിദ്യാഭ്യാസത്തിലൂടെ നല്ല സംസ്കാരത്തിലൂടെ വളർത്തിയെടുക്കുന്നതിന് യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ പിന്നാലെ സഞ്ചരിക്കണം. അല്ലാതെ കണ്ട് ഇവർ പറയുന്ന പോലെ ഇഴവാത്തി എന്ന് പറയുന്നത് വാത്തി സമുദായമാണ്, ബ്രാഹ്മണരാണെന്ന് പറഞ്ഞാൽ എന്തേ സർക്കാരിൻ്റെ കണക്കിലൊന്നും ഇതൊന്നും ഇല്ലാത്തത്. അതേപോലെ തന്നെ എന്തേ ഈ പറയുന്ന ബ്രാഹ്മണരെ നമ്പൂതിരിമാരുടെ ഇവരെ വീടിൻ്റെ അകത്തേക്ക് പോയിട്ട് പടികത്ത് കയറ്റൂല്ലല്ലോ. അപ്പം ഞാനാണോ ഇതൊക്കെ ഇരുന്ന് തർക്കിക്കുന്നത്? അപ്പോൾ തർക്കം ഉണ്ടാക്കാൻ വരുന്ന ആളുകൾ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളാണ് തിരിച്ചറിയേണ്ടത്, ഞാനല്ല തിരിച്ചറിയേണ്ടത്. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. 4 കാര്യങ്ങൾ: ധർമ്മദേവത പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു, പാദദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക. അപ്പോൾ ഇവിടുത്തെ ആവാഹന പൂജ എന്ന് പറഞ്ഞാലേ 2 രാത്രി 3 പകലാണ്. കഴിഞ്ഞ ദിവസം ഒരു വിവാഹം വിളിച്ചോ പറയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി ആവാഹനം നടത്തി 20,000 കൊടുത്ത്. എന്താ ആവാഹനം? ഇതുവല്ലം കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഒരു ആവാഹനം നടക്കുന്നില്ല. അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ ഞാനിവിടെ എത്രയോ വീഡിയോകളുടെ സാക്ഷ്യം ആളുകളെ കാണിക്കുന്നു. അതേപോലെയൊക്കെ ഒന്ന് ഇട്ട് കാണിച്ചു തരാൻ പറ. ആരെക്കൊണ്ടെങ്കിലും പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഈശ്വരാധീനം വേണം.
അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ പിന്നാലെ പോയപ്പോൾ ഒരുപാട് കീർത്തനങ്ങൾ എഴുതാൻ സാധിച്ചു. നല്ല രീതിയിൽ എല്ലാ താളത്തിലും രാഗത്തിലൊക്കെ പാടാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് ഈശ്വരൻ തരുന്ന കഴിവ്. അപ്പോൾ ഇത്രയും വലിയ കഴിവ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കല്ലേ. ഇതിപ്പോൾ ഓരോരുത്തർ പറയുന്നത് മുരുകൻ 30-ാം വയസ്സിൽ സേനാ നായകനാവാൻ പറഞ്ഞു, 7-ാം വയസ്സിൽ അയ്യപ്പൻ വന്നു, പിന്നെ ഒരുത്തിന് കൊടുങ്ങല്ലൂരാൻ വന്നു, വേറെ ഒരുത്തിന് ശിവൻ ഉറക്കത്തിൽ ദീക്ഷ കൊടുത്തു. അതെന്താ നിങ്ങൾക്കൊന്നും കിട്ടില്ല? ഇത് എനിക്കറിയാമല്ലോ ചോദിക്കാം. ഇതന്നെ നമുക്കിപ്പോൾ വാട്സാപ്പിലൂടെ കുറേ മെസ്സേജ് വരും, ഞാനിവിടെ സർപ്പത്തിന് തുള്ളുന്നതാണ്, ദേവിയാവും, എനിക്ക് കടം ഞാൻ നേരിടും. അപ്പോൾ ഈ തുള്ളി നടക്കുന്ന ആളുകൾക്കൊന്നും ഈ ദേവതമാരൊന്നും കൊടുക്കില്ലേ? എനിക്ക് ചോദിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളെന്തായാലും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളറിയുക എന്താണ് അന്ധവിശ്വാസം. ഉള്ളതിൻ്റെ പിന്നാലെ പോകുന്നത് വിശ്വാസം, ഇല്ലാത്തതിൻ്റെ പിന്നാലെ പോയാലോ അതാണ് അന്ധവിശ്വാസം. നമുക്കൊരാൾ മരിച്ചാൽ 16 രാത്രി വരെ പുലവാലായ്മ ഉണ്ടാവും. അല്ലാതെ നാരായണ ഗുരു സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്ന 10-11 നമുക്കിവിടെ അംഗീകരിക്കാനോ അനുവദിക്കാനോ പറ്റില്ല. SNDP-കാർക്ക് വല്ല വിഷമമൊക്കെ ഉണ്ടെങ്കിൽ നേരെ കോടതിയിലേക്ക് വരെ ഞാൻ റെഡിയാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അത്ര ചങ്കുറപ്പുണ്ടെങ്കിൽ നിങ്ങളൊന്നും കോടതിയിലേക്ക് വാ, നമുക്ക് ഈ പാവങ്ങളെ പറ്റിക്കലൂടെ സ്റ്റോപ്പ് ചെയ്യാമല്ലോ. ഏത് ലെവലിലാണ് ഒരു മനുഷ്യനെ ദൈവമാക്കിയത്, അങ്ങനെ ഞാനും ദൈവമാണ്, എനിക്ക് പറയാലോ. ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞൂടെ, ഇവിടെ 4 ഗ്ലാസ് കാപ്പി കൊണ്ട് 1000 പേർക്ക് കൊടുത്തു. എന്തൊക്കെ കേൾക്കുന്നത്, വെടിക്കഥ കേട്ട് മനുഷ്യൻ്റെ ചെവി 2 പൊട്ടിത്തെറിക്കുമെന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും വെടിക്കഥയും ഞാൻ അംഗീകരിച്ചു തരില്ല. നമുക്ക് ഈശ്വരൻ്റെ പിന്നാലെ സഞ്ചരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ഗൃഹപ്രവേശ ചടങ്ങുകൾക്ക് ഗണപതി ഹോമം ഭാഗസേവനം നടത്തി കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് ജീവിത വിജയം നേടുന്നുള്ള ഗണപതി ഹോമത്തിന് 30,000 രൂപയ്ക്ക് ദൈവങ്ങൾ കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും. അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാം, ഏത് നാളുകാരെ വിവാഹം വെച്ച് തമ്മിൽ തല കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത്, ഇപ്പോഴാണ് മരണം സംഭവിക്കുക, ഇങ്ങനെയുള്ള 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകും. കുറച്ച് സമയം എടുത്ത് എഴുതി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളൊരു സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യത്തിലൂടെ പ്രാധാന്യത്തിൽ രക്ഷപ്പെടാം. അപ്പോൾ രക്ഷപ്പെടാമെന്നുള്ളൊരു പ്രണവമലയിൽ 27 ദേവതകളുണ്ട്. ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തി അവിടെ താഴെ കൗണ്ടറിലൊരു ചരട് 100 രൂപയ്ക്ക് തരും. ഞാൻ ജപിച്ചു കൊടുത്തതാണ്. അതിലൂടെ 27 ദിവസം പോകാം. അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് വാങ്ങി ധരിക്കുക. ആ ഏലസ് വെച്ച് 1.5 വർഷം വരെ ഏലസിലൂടെ മുന്നോട്ട് അതിൻ്റെ ഇടയിൽ ആവാനുഭൂതിക്ക് വരാം. അല്ലാതെ നിങ്ങൾ ഓടി വന്ന ആവാനുഭൂതി ഞാൻ പറയുന്നുണ്ടോ? അപ്പോൾ ഇത്രയും വിശ്വാസത്തോടു കൂടി, നിങ്ങൾക്ക് വിശ്വാസമില്ല, എനിക്ക് വിശ്വാസം ഉണ്ടല്ലോ നിങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന്. വേണമെങ്കിൽ ഒന്ന് വന്നു നോക്ക്. ഇത് തന്നെ കഴിഞ്ഞ ദിവസം ഒരു വിദ്വാൻ വിളിച്ചപ്പോൾ പറയാം, അവിടെ വന്ന് 2 ദിവസം നിന്ന് പ്രദക്ഷിണം നടത്തുന്ന നേരം കൊണ്ട് പണിക്ക് പോയിക്കൂടുന്നു. അപ്പോൾ ഇത്ര നാൾ പണിക്ക് പോയിട്ട് വല്ലതുണ്ടോ? ഒന്നുമില്ല, കടമല്ലാതെ. അപ്പോൾ ജീവിതം ജയിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരിക, അല്ലാതെ വെറുതെ കുറേ മണ്ടത്തരം കേട്ടിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നിങ്ങളെ വഴി തെറ്റിക്കാൻ വേണ്ടി പലരും കെടുന്ന് പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ പിന്നാലെ പോയി നശിച്ച് നാരണക്കല്ല് പറിക്കണ്ട. ഈഴവരെ രക്ഷിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ഈഴവ കുലത്തിൽ ജനിച്ച എനിക്കുണ്ട്. അപ്പോൾ ആര് ഇല്ല എന്ന് പറഞ്ഞാലും എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഒരു ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രക്ഷപ്പെടണമെന്നുള്ളൊരു ധൈര്യമായിട്ട് സനാതന ധർമ്മ സംഘത്തിൽ അംഗങ്ങളാകാം, ഈശ്വരൻ്റെ പിന്നാലെ സഞ്ചരിക്കാം. ഇനിയുള്ള കാലത്ത് കുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വന്നാൽ നമുക്ക് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ എതിരായിട്ട് കുട്ടികൾ വളരും. അല്ലാതെ നിങ്ങൾ കുട്ടികൾക്ക് 15 ദിവസത്തെ ക്ലാസ്സിൽ ബോധവൽക്കരണം നടത്തിയാലും കുട്ടികൾക്ക് മാറ്റം വരില്ല കേട്ടോ. യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ പിന്നാലെ വന്നാൽ സംവരണമില്ലാത്തവരല്ലേ ഇവിടെ ഇന്ത്യയിലെ ജോലികളിലൊക്കെ കൂടുതൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഈശ്വരൻ്റെ സംവരണമല്ലേ. അംബേദ്കറുടെ സംവരണമുള്ള ആൾക്കാർക്ക് ജോലിയുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈശ്വരൻ്റെ പിന്നാലെ വരിക. എന്താണ് അന്ധവിശ്വാസം, എന്താണ് മന്ത്രവാദം, എന്താണ് ദുർമന്ത്രവാദം, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അല്ലാണ്ട് ഇവർ പറയുന്ന പോലെ കോഴിനെയും ആടിനെയും വെട്ടിയൊക്കെ കൊടുത്തിട്ട് വല്ല ഗുണമുണ്ടെങ്കിൽ ഈ താഴേക്കിടയിലുള്ള കവളാചാരം ചെയ്യുന്ന ഈ സമൂഹമൊക്കെ രക്ഷപ്പെടണ്ടേ? അപ്പോൾ നമുക്കിവിടെ ആടുവട്ടം കോഴിവട്ടമൊന്നും ഇല്ല കേട്ടോ. സാത്വിക പൂജകളാണ്. ആ പൂജയിലൂടെ ആര് വേണമെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ആ ഒരു ധൈര്യം മനസ്സിൽ വരുന്നവർ ഇവിടേക്ക് എത്തുക, ആവാഹന പൂജയിൽ പങ്കെടുക്കാം. നമുക്ക് ധൈര്യമായിട്ട് 27 മുതൽ 81 ദിവസങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കും. കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ 2ാം ദിവസമാണ്. 9-10 തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ്. അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ്. അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അയിത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ്. തുള്ളൽ ചാട്ടമൊന്നും ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത്. ധൈര്യമായിട്ട് വരിക. ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം വീഡിയോ ആണ്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ. സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ 5 പ്രതിഷ്ഠ, അല്ലെങ്കിൽ 1 പ്രതിഷ്ഠ, അല്ലെങ്കിൽ ഒരു 2 പ്രതിഷ്ഠ, അങ്ങനെയുള്ളൂ. 27 ഭഗവാന്മാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മൾ വന്ന്
ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും വരാൻ തോന്നും. അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. വിളിച്ചാൽ വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇവിടുന്ന് പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും എല്ലാവരും വരിക. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ. അത് മാത്രമല്ല, ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല. അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്, നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ്. പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ, ഗണപതി തന്നെ 8 തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ. പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ 8 ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. എന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു.